പശ്ചിമേഷ്യയിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ ആഗോള വ്യോമയാന മേഖലയെ അക്ഷരാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വ്യോമപാതകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അപ്രഖ്യാപിത സുരക്ഷാ മുന്നറിയിപ്പുകൾ കാരണം ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് വിമാന സർവീസുകളാണ് ദിനംപ്രതി റദ്ദാക്കപ്പെടുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്യുന്നത്. യാതൊരുവിധ മുൻകൂർ അറിയിപ്പുകളുമില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്ന ഈ അസാധാരണ സാഹചര്യം ഏറ്റവുമധികം ദുരിതത്തിലാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രവാസി സമൂഹത്തെയാണ്. അവധിക്കായി നാട്ടിലെത്തിയ ശേഷം തിരികെ ജോലിസ്ഥലങ്ങളിലേക്ക് മടങ്ങാനിരിക്കുന്നവരും പുതിയ തൊഴിൽ തേടി വിമാനം കയറാനിരിക്കുന്നവരും വിമാനത്താവളങ്ങളിൽ ദിവസങ്ങളോളം കുടുങ്ങിക്കിടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കേവലം ഒരു യാത്രാ തടസ്സം എന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഉപജീവനത്തെയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെയും ബാധിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയായി ഈ വ്യോമയാന പ്രതിസന്ധി മാറിയിരിക്കുന്നു. ഗൾഫ് മേഖലയിലെ നിലവിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് പ്രധാന കാരണം അമേരിക്കയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന രൂക്ഷമായ നയതന്ത്ര ഭിന്നതകളും സൈനിക ഭീഷണികളുമാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യോമപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് മുകളിലൂടെയുള്ള സുരക്ഷാ ആശങ്കകൾ വ്യോമഗതാഗത മേഖലയെ നേരിട്ട് ബാധിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കുന്നതിനെതിരെ ഇറാൻ നൽകിയ മുന്നറിയിപ്പുകളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ സാമ്പത്തിക ഉപരോധ ഭീഷണികളും ഈ മേഖലയെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി അടക്കമുള്ള അന്താരാഷ്ട്ര വ്യോമയാന നിയന്ത്രണ ഏജൻസികൾ ഈ മേഖലയിലൂടെയുള്ള യാത്രകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യോമപാതകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൈനിക നടപടികളോ മിസൈൽ ആക്രമണങ്ങളോ ഉണ്ടായാൽ അത് സാധാരണക്കാരായ യാത്രക്കാരുടെ ജീവന് ഗുരുതരമായ ഭീഷണിയാകുമെന്നതിനാലാണ് വിമാന കമ്പനികൾ ഈ റൂട്ടുകൾ ഒഴിവാക്കുന്നത്. ഇത് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന യാത്രാ സമയവും ചിലവും വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ചതോടെ പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ മിഡിൽ ഈസ്റ്റിലേക്കുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ പുനഃക്രമീകരിക്കുകയോ പൂർണ്ണമായി റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. എയർ കാനഡ തങ്ങളുടെ ദുബായ് ടെൽ അവീവ് സർവീസുകൾ അടുത്ത വർഷം ജനുവരി പകുതി വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. യൂറോപ്യൻ വ്യോമയാന ഭീമന്മാരായ ബ്രിട്ടീഷ് എയർവേസ് ദുബായ്, അബുദാബി, ദോഹ, ബഹ്റൈൻ, റിയാദ് തുടങ്ങി ഒട്ടുമിക്ക ഗൾഫ് നഗരങ്ങളിലേക്കുമുള്ള തങ്ങളുടെ സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കാതെ റദ്ദാക്കിയിരിക്കുകയാണ്. ഡച്ച് വിമാന കമ്പനിയായ KLM, ഫ്രഞ്ച് കമ്പനിയായ എയർ ഫ്രാൻസ് തുടങ്ങിയവരും സമാനമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇറാൻ, ഇറാഖ് വ്യോമപാതകൾ ഒഴിവാക്കി പറക്കാൻ തീരുമാനിച്ചതോടെ പല വിമാനങ്ങൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനായി അധിക സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഗൾഫ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നീ കമ്പനികൾ തങ്ങളുടെ പ്രധാന സർവീസുകൾ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അബുദാബി, ബഹ്റൈൻ, ദുബായ്, കുവൈത്ത് തുടങ്ങിയ റൂട്ടുകളിൽ നിരന്തരം റദ്ദാക്കലുകളും കാലതാമസങ്ങളും നേരിടുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലെ ഈ വലിയ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഇരകൾ കേരളത്തിൽ നിന്നുള്ള സാധാരണക്കാരായ യാത്രികരാണ്. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ ഇതിന്റെ തീവ്രത വളരെ വലുതാണ്. കരിപ്പൂരിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവസാന നിമിഷം റദ്ദാക്കിയത് യാത്രക്കാരിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കിലോമീറ്ററുകൾ താണ്ടി വലിയ ലഗേജുകളുമായി വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് തങ്ങളുടെ യാത്ര മുടങ്ങിയ വിവരം പല യാത്രക്കാരും അറിയുന്നത് തന്നെ. പിറ്റേ ദിവസം പകരം സംവിധാനം ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും റദ്ദാക്കപ്പെട്ടത് യാത്രക്കാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ആശയവിനിമയത്തിലെ വീഴ്ച യാത്രക്കാരുടെ ക്ഷമ നശിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, എയർ അറേബ്യ എന്നിവയുടെ ദുബായ്, ദോഹ, അബുദാബി വിമാനങ്ങൾ പലപ്പോഴും മണിക്കൂറുകളോളം വൈകിയാണ് സർവീസ് നടത്തുന്നത്. സാങ്കേതിക തകരാറുകൾ കൂടി ഇതിനൊപ്പം ചേരുമ്പോൾ പ്രതിസന്ധി ഇരട്ടിയാകുന്നു. ദോഹയിലേക്ക് പോകേണ്ടിയിരുന്ന ഖത്തർ എയർവേസ് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം റദ്ദാക്കുകയും 290ഓളം യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റുകയും ചെയ്യേണ്ടി വന്നു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടങ്ങുന്ന യാത്രക്കാർക്ക് ഈ കാത്തിരിപ്പ് നൽകുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല. ഈ വിമാന റദ്ദാക്കലുകൾ കേവലം ഒരു യാത്രാ പ്രശ്നം മാത്രമല്ല, മറിച്ച് പലരുടെയും ജീവിതമാർഗം തന്നെ ഇല്ലാതാക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ്. അവധി കഴിഞ്ഞ് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത പലരുടെയും വിസ കാലാവധി അവസാനിക്കുന്ന ദിവസങ്ങളിലായിരിക്കും യാത്ര നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവുക. കൃത്യസമയത്ത് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തത് പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നതിലേക്ക് വരെ നയിച്ചേക്കാം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ അയക്കുന്ന പണമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം. പെട്ടെന്നുള്ള റദ്ദാക്കലുകൾക്ക് ശേഷം പുതിയ ടിക്കറ്റുകൾ എടുക്കണമെങ്കിൽ ഇരട്ടിയിലധികം തുക മുടക്കേണ്ടി വരുന്നുണ്ട്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് പ്രതിസന്ധി സമയങ്ങളിലെ ഈ വിമാന നിരക്കുകൾ. വിമാന കമ്പനികൾ ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യാറുണ്ടെങ്കിലും ഈ പണം അക്കൗണ്ടിൽ തിരികെ വരാൻ ദിവസങ്ങളെടുക്കും. അതുവരെ പുതിയൊരു ടിക്കറ്റ് എടുക്കാനുള്ള പണം കണ്ടെത്താൻ പ്രവാസികൾ കടം വാങ്ങേണ്ട ഗതികേടിലുമാണ്.
ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗത അനിശ്ചിതാവസ്ഥ ഉടനെയെങ്ങും അവസാനിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഗൾഫ് യാത്രക്കാർ ഈ കാലയളവിൽ കടുത്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വിമാനത്താവളങ്ങളിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് അതാത് വിമാന കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ കസ്റ്റമർ കെയർ വഴിയോ വിളിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. എയർലൈനുകൾ നൽകുന്ന അടിയന്തര SMS, ഇമെയിൽ മുന്നറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനായി കോൺടാക്റ്റ് വിവരങ്ങൾ ടിക്കറ്റിൽ കൃത്യമായി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ പരിശോധനകൾക്കും ഇമിഗ്രേഷൻ നടപടികൾക്കും കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ളതിനാൽ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 4 മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കണം. ഓൺലൈൻ ചെക്ക്-ഇൻ സൗകര്യങ്ങൾ മുൻകൂട്ടി ഉപയോഗപ്പെടുത്തുന്നത് വിമാനത്താവളങ്ങളിലെ അനാവശ്യ തിരക്കുകളിൽ നിന്ന് ഒഴിവാകാൻ സഹായിക്കും. അവസാന നിമിഷം ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾക്കായി മാനസികമായി തയ്യാറെടുക്കുകയും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ വഴി ട്രാൻസിറ്റ് ചെയ്യുന്നവർ അവിടുത്തെ ഏറ്റവും പുതിയ യാത്രാ നിയന്ത്രണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാങ്കേതികവിദ്യ എത്രത്തോളം വളർന്നാലും അതിരുകളില്ലാത്ത ആകാശം പോലും മനുഷ്യൻ സൃഷ്ടിക്കുന്ന അതിർത്തി തർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും മുൻപിൽ എത്രത്തോളം നിസ്സഹായമാണെന്നതിൻ്റെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമാണ് ഗൾഫ് വ്യോമപാതയിലെ ഈ അനിശ്ചിതാവസ്ഥ. തങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ മണലാരണ്യത്തിലേക്ക് പറക്കുന്ന ഓരോ പ്രവാസിയുടെയും വിയർപ്പും സ്വപ്നങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയിൽ വഴിമുട്ടി നിൽക്കുന്നത്. ഈ നിർണായക ഘട്ടത്തിൽ വിമാന കമ്പനികൾ ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം യാത്രക്കാരോട് കൂടുതൽ സാന്ത്വനവും ഉത്തരവാദിത്വവും കാണിക്കേണ്ടതുണ്ട്. കൃത്യമായ കമ്മ്യൂണിക്കേഷനും ബദൽ യാത്രാ സംവിധാനങ്ങളും ഒരുക്കി യാത്രക്കാരുടെ ദുരിതം കുറയ്ക്കാൻ സർക്കാരുകളും വിമാന കമ്പനികളും അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ഈ സംഘർഷങ്ങളുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി വ്യോമപാതയിൽ വീണ്ടും സമാധാനപരമായ യാത്രകൾ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.